അതിനുശേഷം അപ്പു എന്ന അഖിൽ ആ ദൃശ്യങ്ങളിലുള്ള ആ കല്ല് എടുത്ത് ശരീരത്താക്കി. നമസ്കാരം. ലോകത്ത് തന്നെ ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഭൂപ്രദേശങ്ങളിൽ ഒന്നായിരുന്നു കേരളം. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കാലാവസ്ഥയിൽ കാതലായ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചൂടുകാലത്ത് അത്യുഷ്ണമാണ് നമ്മൾ നേരിടുന്നത്. ഇത്തവണ ഉഷ്ണതരംഗത്തിനും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു. അതേസമയം മഴക്കാലമായാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുക എന്നതാണ് ഇപ്പോഴത്തെ രീതി. നേരത്തെ 6 മാസത്തോളം തുടർച്ചയായി മഴ ലഭിച്ചിരുന്നു എന്നതായിരുന്നു കേരളത്തിൻ്റെ പ്രത്യേകത. കാലാവസ്ഥയിൽ ഈ തരത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ അസുഖങ്ങളും ഏറെയാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ പരക്കെ പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വലിയ ആശങ്കയാണ് പരത്തുന്നത്. മലപ്പുറത്ത് നിന്ന് ഇന്ന് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വാർത്ത ഇതായിരുന്നു എങ്കിലും അപ്രതീക്ഷിതമായി പൊന്നാനിയിൽ ഒരു ബോട്ടപകടം ഉണ്ടായിട്ടുണ്ട്. കപ്പൽ ബോട്ടിൽ ഇടിച്ചാണ് ഈ അപകടം. ആ വാർത്തയ്ക്ക് തന്നെയാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരുന്നത്. വാർത്തകളിലേക്ക് വിശദമായി പോകാം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. വിധിയെഴുതുന്നത് 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങൾ. ആന്ധ്രയിലും തെലങ്കാനയിലും മുഴുവൻ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ്. ജനവിധി തേടുന്നവരിൽ പ്രമുഖരും. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടരാൻ കെജ്രിവാൾ. ലക്നൌവിലും ജംഷഡ്പൂരിലും മുംബൈയിലും പ്രചാരണം. പ്രധാനമന്ത്രി ഇന്ന് വാരണാസിയിലേക്ക്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. റായ്ബറേലിയിൽ പ്രചാരണം ശക്തമാക്കി രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ ഉറച്ച് കേരള കോൺഗ്രസ് എം. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. CPIയും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാനിരിക്കെ പരസ്പരം പോരടിച്ച് കോൺഗ്രസ് നേതാക്കൾ. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരസ്യ വിമർശനമുയർത്തി ബാലകൃഷ്ണൻ പെരിയ കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്ന ആരോപണം. KS ഹരിഹരന്റെ വീടാക്രമിച്ചതിൽ 3 പേർക്കെതിരെ കേസ്. സ്ഫോടക വസ്തു എറിഞ്ഞ സ്കൂട്ടറിൽ എത്തിയ സംഘത്തിന് പിന്നിൽ CPIM എന്ന് RMP. അശ്ലീല പരാമർശത്തിൽ ഹരിഹരന് എതിരെ കേസ്. വിഷ്ണുപ്രിയ കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കരമന കൊലപാതക കേസിലെ പ്രതികൾ റിമാൻഡിൽ. കേസിൽ അറസ്റ്റിലായത് മുഖ്യപ്രതിയടക്കം 6 പേർ. പ്രതികളെ കുടുക്കിയത് പോലീസിന്റെ പഴുതടച്ച നീക്കങ്ങൾ. ജോയിന്റ് കൗൺസിൽ അംഗത്തിനെതിരായ തിരുവനന്തപുരം കളക്ടറുടെ നടപടിയിൽ പ്രതിഷേധം. ഇന്ന് കളക്ടറേറ്റുകളിലേക്ക് മാർച്ച്. ജയചന്ദ്രന് നോട്ടീസ് അയച്ചത് കുഴിനഖ ചികിത്സയ്ക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ചോദ്യം ചെയ്തതിന്. മഞ്ഞപ്പിത്തം പടരുന്ന മലപ്പുറത്ത് നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഇന്ന് ഉന്നതതല അവലോകന യോഗം. ആലപ്പുഴയിൽ H1N1 ബാധിതരുടെ എണ്ണം കൂടുന്നു. കരുതലോടെ ജില്ലാ ഭരണകൂടം. 2 ആഴ്ചക്കിടെ പനി കണ്ടെത്തിയത് 10 പേർക്ക്. മലപ്പുറം പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ ഇടിച്ച് അപകടം. 2 പേർ മരിച്ചു. 4 പേരെ
രക്ഷപ്പെടുത്തി. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ടയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ഇന്ന് കളക്ടറേറ്റിൽ പ്രത്യേക അവലോകന യോഗം. തിരുവല്ല നിരണം മേഖലയിലെ താറാവുകളെയും കോഴികളെയും തുറന്നു വിടരുത് എന്ന് കർഷകർക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റ് വീശിയേക്കും. ഇടിമിന്നൽ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ മരണം 315. 1600ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 19 പേർ മരിച്ചതായി പലസ്തീൻ. ജബലിയിൽ കരയാക്രമണത്തിന് തയ്യാറായി നിലയുറപ്പിച്ച ഇസ്രായേൽ ടാങ്കുകൾ. യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം 35,000 കടന്നതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം. മലപ്പുറം പൊന്നാനിയിൽ നിന്നു പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ ഇടിച്ച് 2 മരണം. കാണാതായ പൊന്നാനി പള്ളിപ്പടി സ്വദേശി ഗഫൂറിന്റെയും അഴീക്കൽ സ്വദേശി സലാമിന്റെയും മൃതദേഹമാണ് കണ്ടെടുത്തത്. അപകട സമയത്ത് 4 പേരെ കപ്പൽ ജീവനക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു. പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രി മത്സ്യബന്ധനത്തിന് പോയ അഴീക്കൽ സ്വദേശി നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാ ബോട്ട് ആണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ട് എവിടാ? ബോട്ട് പോയി. സിനിമ പോയ കൊള്ളിക്ക് നമ്മളാളാണ് പോയിട്ട് കൊള്ളിക്ക് നമുക്ക് കേട്ടാടാ. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ 2 പേരെ ആയിരുന്നല്ലോ കാണാതായത്. കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ടോ? നിലവിൽ തെരച്ചിൽ അവസാനിപ്പിച്ചോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ 6 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 4 പേരെ കപ്പൽ ജീവനക്കാർ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. 2 പേർക്കായിട്ടായിരുന്നു തെരച്ചിൽ. അവരുടെ മൃതശരീരവും അല്പസമയം മുൻപ് കണ്ടെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമായ വിവരം, ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. സാഗർ യുവരാജ് എന്ന ചരക്ക് കപ്പലാണ് ഈ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത്. ഈ കപ്പൽ ജീവനക്കാർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയതും. ബോട്ട് ഈ അപകടത്തിൽ 2ആയി മുറിയുകയും ഈ കാണാതായ 2 പേർ ഇതിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതും ഈ ബോട്ടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ്. ഏതാണെങ്കിലും ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ പൊന്നാനിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഈ തെരച്ചിലിന് വേണ്ടി പോവുകയും കോസ്റ്റൽ പോലീസും മറ്റുള്ളവരോട് എത്തുകയും ചെയ്തു. അവരുടെ എല്ലാം തന്നെ സംയുക്തമായ തെരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പൊന്നാനിയിൽ നിന്നും ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത്. ഇത് ചാവക്കാട് മേഖലയ്ക്ക് ഇടക്കയൂർ മേഖലയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ഈ ഒരു സമുദ്ര പരിധിയിൽ, അതായത് സാധാരണ ബോട്ടുകൾ പോകുന്ന അതേ ഇടത്താണോ ഇവർ സഞ്ചരിച്ചതെന്നോ ഇവർക്ക് ദിശ മാറി അത്തരത്തിൽ ആ വഴിയിലേക്ക് പോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതെന്താണെങ്കിലും ഈ ഇവരുമായിട്ടുള്ള വള്ളം അല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ബോട്ട് 9:30-10 മണിയോടെ പൊന്നാനിയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് എത്തിയതിനു ശേഷമേ ഈ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്താണെങ്കിലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ പൊന്നാനിയിലെ തീരദേശ മേഖലയെ ദുഃഖത്തിലാർത്തുന്ന ഒരു ദുരന്തമാണ് നമുക്ക്
രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഈ ഒരു 2 പേർക്ക് പുറമെ മറ്റാരും തന്നെ ഇനി ഇതിൽ പെട്ടിട്ടില്ല എന്ന വിലയിരുത്തൽ തന്നെയാണുള്ളത്. 6 പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ രക്ഷപ്പെടുത്തി 2 പേരുടെ മൃതദേഹങ്ങളുമായിട്ടാണ് അപ്പോൾ പൊന്നാനിയിലേക്ക് പൊന്നാനിയിൽ നിന്ന് പോയവർ തിരിച്ചെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ തീർച്ചയായും, അതായത് അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ ഇത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്നതിലൊക്കെ ഇനിയും നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ അനുമോദ്, എപ്പോഴും ഈ കപ്പൽ സാധാരണ നിലയിൽ കപ്പൽ ചാലിലൂടെ തന്നെയാണല്ലോ സഞ്ചരിക്കാറുള്ളത്. അത് അത്തരത്തിൽ ആ കപ്പൽ ചാലിൽ നിന്ന് വഴിമാറി കപ്പൽ സഞ്ചരിച്ചതാണോ, ബോട്ട് അതിൻ്റെ അതിർത്തി കടന്നപ്പുറത്തേക്ക് പോയതാണോ? ഇതിലൊക്കെയാണ് ഇനിയും വ്യക്തത കൈവരേണ്ടത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഈ ബോട്ട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ആ തരത്തിലാണ് ദൃശ്യങ്ങൾ. നമുക്കിപ്പോൾ മൃതദേഹം ആണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കപ്പൽ അപകടത്തിൽ ബോട്ട് ഇടിച്ചാണ്, മത്സ്യബന്ധന ബോട്ടിലേക്ക് കപ്പൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത്. 2 പേർ ആണ് ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ആ മരിച്ചവരുടെ മൃതദേഹത്തിൻ്റെ ദൃശ്യം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പൊന്നാനിയിൽ അപ്രതീക്ഷിതമായുള്ള അപകടം തന്നെയാണ് ഉണ്ടായത്. 6 പേരാണ് മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേരെ ഈ അപകടമുണ്ടായ സമയത്ത് തന്നെ കപ്പലിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 പേരെ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായിരുന്നു. പക്ഷേ അവർ 2 പേരെയും മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. അഴീക്കൽ സ്വദേശി സലാം, പള്ളിപ്പടി സ്വദേശി ഗഫൂർ എന്നിവരുടെ മൃതദേഹം ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോദ്, ഈ പ്രദേശവാസികൾ ആയിരുന്നു ഈ മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നത്. കപ്പൽ ആരുടേതാണ്, കപ്പലിൻ്റെ സ്വഭാവം എന്താണ്, അത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടുണ്ട്? ചരക്ക് കപ്പലാണ് ഈ സാഗർ യുവരാജ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ലക്ഷദ്വീപ് രജിസ്റ്റേർഡ് ആണ്. അത് ഇന്ത്യൻ കപ്പൽ തന്നെയാണ്. ഇത് ബേപ്പൂരിലേക്ക് ചരക്കുമായി വരുന്ന കപ്പലാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ള. അതിന് വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കാരണം ഈ കപ്പലിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കപ്പൽ അതിൻ്റെ പാതയിൽ തന്നെയായിരുന്നു. ദിശ മാറി ഒരുപക്ഷെ ബോട്ട് കപ്പൽ പാതയിലേക്ക് എത്തിയതാകാം അല്ലെങ്കിൽ അത്തരത്തിൽ ചെന്നതാകാം എന്നൊരു നിഗമനമാണ്. അത് സ്ഥിരീകരിച്ചതല്ല നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യൻ കപ്പലാണ്. ഈ ബോട്ടിൽ കപ്പലിടിച്ചപ്പോൾ ഉണ്ടായ അപകടത്തിൽ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയതും ഈ കപ്പൽ ജീവനക്കാർ തന്നെയാണ്. കപ്പൽ ഈ ഒരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണ് ഇതിൽ കോസ്റ്റൽ പോലീസാണ് ഇനി മറ്റു കാര്യങ്ങൾ പറയേണ്ടതുള്ളത്. അവരുടെ പ്രതികരണവും അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഈ കപ്പലിൻ്റെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണവും നമുക്ക് ഏറെ വൈകാതെ ലഭ്യമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കപ്പൽ അതിൻ്റെ പാതയിലൂടെ തന്നെ ആയിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പൊന്നാനിയിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രിയാണല്ലോ മത്സ്യബന്ധനത്തിന് ബോട്ട് പുറപ്പെട്ടത്. അപ്പോൾ അവർ മത്സ്യബന്ധന ശേഷം ഇനിയിപ്പോൾ മടങ്ങി വരുന്ന സമയമായിരുന്നോ? അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് അല്ലേ അനുമോ? അവർ മടങ്ങി വരുന്ന സമയം തന്നെയായിരുന്നു. കാരണം സാധാരണ കടലിൽ പോയാൽ 2 ദിവസം ആണ് ഇതിൻ്റെ ഒരു കാലയളവ്. 2 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുക. വെള്ളിയാഴ്ച രാത്രി പോയാൽ അത് ഞായറാഴ്ചയോടെ തിരിച്ചു വരിക എന്നുള്ളതാണ് സാധാരണ പൊന്നാനിയിൽ നിന്ന് കടൽ പോകുന്ന, പ്രത്യേകിച്ച് ചെറുകിട ബോട്ടിൻ്റെ ഉടമസ്ഥരുടെയൊക്കെ ഒരു രീതി. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ബോട്ട് 2ആയി മുറിയുന്ന തരത്തിലേക്കൊരു അപകടം സംഭവിച്ചത് എങ്ങനെ? അതൊരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിയൊഴുക്കുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ ദിശ മാറിപ്പോയതാകാം. ഒരുപക്ഷെ മീൻ ലഭിക്കാത്തതിൻ്റെ കാരണത്താൽ അവർ പുറകടലിലേക്ക് പോകുന്നതാവുമാകാം. എന്താണെങ്കിലും അതിൽ നമുക്ക് വ്യക്തത കൈവന്നിട്ടില്ല. നിലവിൽ ഈ ഒരു ബോട്ടിൻ്റെ കാര്യങ്ങൾ രക്ഷപ്പെട്ടവർ തന്നെ കരയിലെത്തിയതിനു ശേഷം നമുക്ക് അവരുടെ പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന്. കാരണം 4 പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഇതിൻ്റെ ഒരു കൃത്യമായ ചിത്രം ഏറെ വൈകാതെ ലഭിക്കും എന്ന് തന്നെ വേണം നമുക്ക് കരുതുവാൻ. അഭിലാഷ്, തീർച്ചയായും. അതായത് അനുമോദ്, നമുക്ക് ദൃശ്യങ്ങളിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ ബോട്ട് 2ആയി മുറിഞ്ഞു കിടക്കുന്നത് കാണാം. അത് 90% ആ ഇടിയുടെ ആഘാതത്തിൽ തന്നെ ആയിരിക്കണം. ഒരു പക്ഷേ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയോ മറ്റോ ഒക്കെ കൂടുതൽ ബോട്ടിൻ്റെ പാളികൾ മാറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവില്ല. എങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ടല്ലോ. പക്ഷേ ഈ ആഘാതം വലുതായിരുന്നു, ഇടിയുടെ ഒരു ആഘാതം വലുതായിരുന്നു എന്ന് വേണം തന്നല്ലോ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നടക്കം മനസ്സിലാക്കാൻ, അല്ലേ?
തീർച്ചയായും ബോട്ട് 2 കഷ്ണമായി മുറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം സാമാന്യം നല്ല ആഘാതം തന്നെയായിരിക്കും. കാരണം അല്ലെങ്കിൽ ബോട്ട് 2 കഷ്ണമായിട്ട് മുറിയുകയും ഈ ആളുകൾ ഇത്രയും പേർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ല. ഒരുപക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ട് ഒരുപക്ഷെ കപ്പൽ കാണണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്പസമയം കൂടി കഴിയേണ്ടതുണ്ട്. കാരണം ഇതിൽ ഈ പെട്ടവർ കരയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. ഇവരെ രക്ഷാപ്രവർത്തനത്തിൽ പോയവർ കരയിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. അവരുമായി സംസാരിച്ചാൽ മാത്രമേ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് ആണെങ്കിലും ഇപ്പോൾ പൊന്നാനി കടലിലാണുള്ളത്. അവരുടെ എല്ലാം തിരിച്ചെത്തിയതിനു ശേഷം മാത്രമേ ഇതിൽ അഭിലാഷ് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും ഇനിയും ഒരുപാട് ഡേറ്റകളും വിവരങ്ങളും ശേഖരിക്കേണ്ടതുണ്ട്. അനുമോദ് വാർത്ത തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. അതിനിടയിലാണ് നമുക്ക് ഈ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്കൊക്കെ പങ്കുവെക്കേണ്ടി വരുന്നത്. കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അനുമോദ് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ നമുക്ക് ഈ വാർത്തയിൽ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്താം. എന്തായാലും രാവിലെ നമുക്ക് ദുഃഖകരമായൊരു വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് വാർത്താരംഭം തുടങ്ങേണ്ടി വരുന്നത്. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ ആണ് കപ്പൽ ഇടിച്ചത്. ഇതിൽ ആരുടെ ഭാഗത്താണ് പിഴവ്? കപ്പൽ ചാലിൽ നിന്ന് മാറിയാണോ സഞ്ചരിച്ചത്? ബോട്ട് കപ്പലിലേക്ക് ഇടിച്ചതാണോ? ഇതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ 2 മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ കപ്പൽ ജീവനക്കാരുടെ പ്രതികരണങ്ങളൊക്കെ ലഭിച്ച ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു ദുഃഖകരമായ വാർത്ത, എറണാകുളം പുതുവൈപ്പ് ബീച്ചിലെ അപകടത്തിൽ മരണം 3 എന്നുള്ളതാണ്. ചികിത്സയിലുണ്ടായിരുന്ന 2 കുട്ടികൾ കൂടി മരിച്ചു. കത്തിരിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, എളംകുളം സ്വദേശി ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം കടലിൽ കുളിക്കാൻ ഇറങ്ങിയ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, ഒരു സംഘം വിദ്യാർത്ഥികളായിരുന്നു കടലിൽ രാവിലെ കുളിക്കാൻ പോയത്. അതിൽ അഭിഷേക് ഇന്നലെ തന്നെ മരണപ്പെട്ടു. അതിനുശേഷം 2 പേർ ഗുരുതരാവസ്ഥയിൽ ആയിരുന്നു. കുറച്ച് കുട്ടികളെ രക്ഷപ്പെടുത്താനും സാധിച്ചിരുന്നു. എന്തായാലും ദുഃഖകരമായ സംഭവം, ആ 2 കുട്ടികൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. അഭിലാഷ്, അതീവ ദുഃഖകരമായ സംഭവം. 7 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ എറണാകുളം കത്രിക്കടവ് കടവന്ത്ര മേഖലയിൽ നിന്ന് സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് പുതുവൈപ്പ് ബീച്ചിലേക്ക് പോകുന്നത്. ഇന്നലെ രാവിലെ 6 മണിക്ക് ഇവരെല്ലാവരും അവിടേക്ക് പുറപ്പെട്ടു. തുടർന്ന് പുതുവൈപ്പ് ബീച്ചിലെത്തി. ഒരാൾ ഒഴികെ മറ്റുള്ളവർ 6 പേരും തന്നെ കടലിൽ ഇറങ്ങുകയായിരുന്നു. പക്ഷെ വലിയ തിരമാലയിൽപ്പെട്ട ഇവർ തിരക്ക് കടലിലാകപ്പെട്ടു. ഇതിൽ അഭിലാഷിനെ അഭിഷേകിനെ ഇന്നലെ തന്നെ മരണപ്പെട്ടിരുന്നു. അഭിഷേകിനെ വൈകിയാണ് തെരച്ചിൽ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. മറ്റ് 2 പേര് ഇപ്പോൾ ഇന്ന് പുലർച്ചെ മരണപ്പെട്ട മിലൻ സെബാസ്റ്റ്യനും അതോടൊപ്പം തന്നെ ആൽവിനും 2 പേർക്കും 19 വയസ്സ് വീതമാണ് പ്രായം. ഇവർ 2 പേരെയും കണ്ടെത്തുമ്പോൾ തന്നെ തീർത്തും അവശരായിരുന്നു. അവരെ 2 പേരെയും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷെ തീർത്തും അവശ്യ നിലയിലും അതോടൊപ്പം ഗുരുതരാവസ്ഥയിലും തന്നെയായിരുന്നു ഇവർ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. അവർ 2 പേരുമാണ് ഇന്ന് പുലർച്ചെ മരണപ്പെടുന്നത്. 5:00 മരണം സ്ഥിരീകരിക്കുന്നത്. ഇന്നലെ ഈ കുട്ടികൾ തിരയിൽപ്പെടുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ഒരു നീന്തൽ പരിശീലനം നൽകുന്ന സംഘം അവർ രക്ഷക്കെത്തിയത് കൊണ്ടാണ് ഈ ഒരു ആഘാതം ഇത്രയെങ്കിലും കുറയുന്നത്. അവരെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വലിയ തിരമാല ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത്. കുട്ടികൾ തിരയിലകപ്പെട്ടു. തുടർന്ന് അഭിഷേകിനെ തിരച്ചിൽ വൈകി കണ്ടെത്തുന്നു. അഭിഷേക് കണ്ടെത്തുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. മറ്റുള്ള 2 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 2 പേരുടെ മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. അഭിഷേകിന്റെ മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ബന്ധുക്കൾക്ക് ആശുപത്രി നടപടികൾക്ക് ശേഷം വിട്ടുകൊടുത്തിരുന്നു. ഇപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി, ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകിയത്. വാർത്താരംഭം ഇനി ഇന്നത്തെ ദേശീയ വാർത്തകളിലേക്കാണ് കടക്കുന്നത്. ലോക്സഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 സീറ്റുകളിലേക്കാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന കനൌജിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. MG മിഥുൻ ആണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. മിഥുൻ, ഒരുപക്ഷെ ഈ ഘട്ടത്തോടുകൂടി ദക്ഷിണേന്ത്യ ഏതാണ്ട് പൂർണ്ണമായും ജനവിധി എഴുതുന്ന സാഹചര്യം ആണല്ലോ ഉള്ളത്.
ആരൊക്കെയാണ് ജനവിധി തേടുന്ന പ്രമുഖർ? വോട്ടെടുപ്പ് ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? അഭിലാഷ് 96 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉത്തർപ്രദേശിലെ കനോജിൽ SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ വിവിപാറ്റും ഒപ്പം തന്നെ EVയും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ SP മുന്നോട്ട് വെക്കുകയാണ്, സമാജ്വാദി പാർട്ടി മുന്നോട്ട് വെക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉടൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കനോജിലെ റസൂലാബാദിലെ 98-ാം നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. കാരണം വിവിപാറ്റും ഒപ്പം തന്നെ EVയും തമ്മിൽ എണ്ണുമ്പോൾ അത് മോക്ക് പോളിലടക്കം അത്തരത്തിലൊരു വ്യത്യാസം രൂപപ്പെട്ടിരുന്നു. അത് അപ്പോൾ തന്നെ അറിയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ വോട്ടെടുപ്പ് ഇവിടെ നിർത്തിവെക്കണമെന്നുള്ള ആവശ്യമാണ് SP മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടില്ല. നിലവിൽ ഈ ബൂത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദേശീയ തലത്തിലുള്ള തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ SP ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് കനോജ്. അവിടെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിൽ വലിയ രീതിയിൽ അവർ അത് പ്രശ്നം കാണിക്കാൻ ശ്രമിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ഈ ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ നേടിക്കൊടുത്ത ഒരു ഘട്ടം കൂടിയായിരുന്നു 4ാം ഘട്ടം എന്ന് പറയുന്നത്. അന്ന് BJP മത്സരിച്ചതിൽ 42 BJPക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ സഖ്യകക്ഷികളെല്ലാം കൂടി ബാക്കി 32 വിജയിക്കാൻ സാധിച്ചിരുന്നു. 12 മാത്രമാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാൻ അന്ന് സാധിക്കുകയും ചെയ്തത് ഈ 96 മണ്ഡലങ്ങളിൽ. അതുകൊണ്ട് തന്നെ വലിയ പോരാട്ടം തന്നെയാണ് BJP സംബന്ധിച്ച് ഇവിടെ കാഴ്ചവെക്കുന്നത്. കൂടാതെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഇന്ന് അവിടുത്തെ മുഴുവൻ സീറ്റുകളിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ രണ്ടിടത്തും BJP നില മെച്ചപ്പെടുത്താനും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത കൂടി അവിടെ വിലയിരുത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം TDPയും ഒപ്പം തന്നെ ജനസേന അടക്കമുള്ള പാർട്ടികളുമായി ഒരുമിച്ചാണ് ഇത്തവണ BJP അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൂടാതെ അവിടെ നിയമസഭയിലേക്കുള്ള 175 അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി ഈ ഒരു ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നു. അവിടെയെല്ലാം തന്നെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ BJP സംബന്ധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ അന്ന് ഈ ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിൽ 11 ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. അവിടെ 1% താഴെ വോട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പാർട്ടികൾ വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു കനത്ത പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനം ഈ 4ാം ഘട്ടത്തിലെങ്കിലും ഉയരുമോ എന്ന കാര്യമാണ് എല്ലാ പാർട്ടികളും നോക്കിക്കാണുന്നത്. മറ്റ് ഘട്ടങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനം കുറവായിരുന്നു. ഈ ഘട്ടങ്ങളിലെങ്കിലും ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ ഉണ്ടായിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഇന്ത്യ വെച്ചു പുലർത്തുന്നു. ഒപ്പം തന്നെ മറ്റു പാർട്ടികളും വെച്ചു പുലർത്തുന്നു. 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കരുത്തരായ സാരഥികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന പ്രത്യേകതയുണ്ട്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആധിപത്യം ലഭിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയാണ് തെരഞ്ഞെടുപ്പ്. പക്ഷേ ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒക്കെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം ആണ് നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാവുകയാണ് അരവിന്ദ് കെജ്രിവാൾ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിൽ AAPക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകിയെങ്കിൽ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് കെജ്രിവാൾ പ്രചാരണം ആരംഭിക്കാൻ പോകുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഒരു ഭാഗത്ത് കെജ്രിവാൾ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ ആവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം മോദിയും പ്രചാരണ രംഗത്തെത്തുന്നു. സ്വന്തം മണ്ഡലത്തിലേക്ക് ഇന്ന് വൈകിട്ടോടുകൂടി വാരണാസിയിലേക്ക് മോദി എത്തുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ വാദപ്രതിവാദങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ദിനമാകാനുള്ള സാധ്യതയാണല്ലോ കാണുന്നത്. തീർച്ചയായും അഭിലാഷ, ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചിത്രം, അതിന്റെ മുഖം തന്നെ മാറ്റിയത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. അതിനുശേഷം നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും BJPയെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പോലും പുലർത്താതിരുന്ന പലതരത്തിലുള്ള പ്രചാരണ വിഷയങ്ങളിലേക്കും ഈ അരവിന്ദ് കെജ്രിവാൾ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. ഇതോടുകൂടി ഇന്ത്യ സഖ്യത്തിന്റെ കുന്തമുനയായി അരവിന്ദ് കെജ്രിവാൾ പ്രചരണ രംഗത്ത് മാറുകയുണ്ടായി. അതിന്റെ പ്രതിഫലനമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെജ്രിവാളിന്റെ
യോഗങ്ങളിലും മറ്റും ആളുകൾ തടിച്ചുകൂടിയിരുന്നു, വലിയ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഇത് ഈ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് മുതലുള്ള ചിത്രം മാറ്റുമെന്ന പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും ഒക്കെ മുന്നോട്ട് വെക്കുന്നു. 16-ന് ജംഷഡ്പൂരിലും 17-ന് മുംബൈയിലും കെജ്രിവാൾ പ്രചരണ രംഗം സജീവമാകുന്നുണ്ട്. അതായത് ഹരിയാനയിലും പഞ്ചാബിലും ഒപ്പം ഡൽഹിയിലും മാത്രമല്ല, ഇന്ത്യ സഖ്യം മത്സരിക്കുന്ന സീറ്റുകളിലും മണ്ഡലങ്ങളിലും സംസ്ഥാനങ്ങളിലും മറ്റും കെജ്രിവാൾ കടന്നു ചെല്ലുകയാണ് വരും ദിവസങ്ങളിൽ. അത് ഏത് തരത്തിൽ പ്രചരണ രംഗത്ത് മാറ്റമുണ്ടാക്കും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. ഏതായാലും കെജ്രിവാളിന് വളരെ കൃത്യമായി തന്നെ മറുപടി കൊടുത്താണ് BJP മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അമിത്ഷാ അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മോദിക്കെതിരായ പരാമർശത്തിൽ മറുപടി നൽകിയിരുന്നു. ഇന്നും സമാനമായി തന്നെ കെജ്രിവാളിന് മറ്റു വിഷയങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മോദിയുടെ പ്രായത്തിലാണ് ഇപ്പോൾ ശ്രദ്ധയൂതിയിരിക്കുന്നത് എന്ന് BJP നേതാക്കളടക്കം പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ചേർത്ത് വായിക്കണം. വരും ദിവസങ്ങളിൽ വാദപ്രതിവാദങ്ങളുടേതാകും. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ വൈകുന്നേരത്തെത്തും. ഉച്ചയ്ക്ക് മുൻപ് അദ്ദേഹം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിലാണ്. വാരണാസി അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്. റോഡ് ഷോ അടക്കം അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മറ്റും റായ്ബറേലിയിൽ പ്രചരണ രംഗത്ത് നിന്നുണ്ടാകും. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, ദേശീയ നേതാക്കളുടെ സാന്നിധ്യം, ഒപ്പം പരസ്പരമുള്ള വാക്പോരുകൾക്കും ഈ തെരഞ്ഞെടുപ്പ് രംഗം സാക്ഷ്യം വഹിക്കും. അഭിലാഷ്, 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. അതേസമയം അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികളും നേതാക്കളും. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയത്. അതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വ്യാജരേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു, ഖനന വകുപ്പിന്റെ ചുമതല ദുരുപയോഗം ചെയ്തു, റാഞ്ചിയിൽ 0.88 ഏക്കർ ഖനിയുടെ പാട്ടക്കരാർ നേടി എന്നിവയടക്കം 3 കേസുകൾ ആണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിൽ ആണ് സോറനെ ED അറസ്റ്റ് ചെയ്തത്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ 50 ദിവസത്തിന് ശേഷം ജയിൽ മോചിതനായ സാഹചര്യം, ഇടക്കാല ജാമ്യം ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സോറന്റെ ഭാവി എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അന്തർദേശീയ വാർത്തകളിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ മിന്നൽ പ്രളയത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് മിന്നൽ പ്രളയം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ 300-ലധികം ആളുകൾ മരിച്ചതായി സൂചനയുണ്ടായിരുന്നു. 315 പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവരുന്നത്. 1600ഓളം പേർക്ക് ഈ പ്രളയത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 1000-ലധികം വീടുകൾ നശിച്ചതായാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ ഏജൻസി അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അഫ്ഗാനിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. വടക്കൻ പ്രവിശ്യയായ ബാഗ്ലാനിൽ ആണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന, സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യപ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഘട്ടത്തിനിടയിൽ ആണ് ഇത്തരത്തിൽ പ്രളയം അവിടെ വലിയ തോതിൽ നാശം വിതച്ചിട്ടുള്ളത്. ഇസ്രായേൽ ഹമാസ് പോര് 7 മാസം പിന്നിടുമ്പോഴും ഒട്ടും അയ്യുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഗാസയുടെ വടക്ക് ഭാഗത്ത് വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ടുകൾ. കിഴക്കൻ ജബലിയിൽ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് നിരവധി സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ 19 പേർ മരിച്ചതായാണ് പലസ്തീൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ജബലിയിൽ കരയാക്രമണത്തിന് തയ്യാറായി നിരവധി ഇസ്രായേൽ ടാങ്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണം ഇനിയും ശക്തമാകും എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 35,000 കടന്നു എന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളിലേക്ക് വരാം, ഇടവേളയ്ക്ക് ശേഷം. എറിയുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്പു എന്ന അഖിലാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിൽ വളരെ സജീവമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിനെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. 2 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അവർക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കരമന അഖിൽ കൊലക്കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാളായ അഖിൽ
അപ്പു എന്ന അഖിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടുപേരെ കൂടി പോലീസിന് കിട്ടാനുണ്ട്. ഒരാളെ നേരത്തെ തന്നെ വാഹനം ഓടിച്ചിരുന്ന ഒരാളെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ള 3 പേർ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ഒരാൾ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം പട്ടാപ്പകലാണ് കരമനയിൽ ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകം നടന്നത്. കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മരണമുറപ്പിക്കുന്നതിനായി നിരവധി തവണ കല്ല് അഖിലിന്റെ ശരീരത്തിലേക്ക് എറിയുന്ന കാഴ്ച അത് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. ആ ദൃശ്യത്തിലുള്ള ആ കല്ലെടുത്ത് ദേഹത്തേക്ക് എറിയുന്ന അഖിൽ, അപ്പു എന്ന് വിളിക്കുന്ന അഖിൽ ആണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പിടിയിലായിരിക്കുന്നത്. അപ്പു എന്ന അഖിൽ ആ ദൃശ്യങ്ങളിലുള്ള ആ കല്ല് എടുത്ത് അഖിലിന്റെ ശരീരത്തെ ആഞ്ഞ് എറിയുന്ന ആളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അപ്പു എന്ന അഖിലാണ് പിടിയിലായിരിക്കുന്നത്. ഇവർക്കായുള്ള തെരച്ചിൽ തമിഴ്നാട്ടിൽ വളരെ സജീവമായി പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അഖിലിനെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. രണ്ടുപേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു RMP നേതാവ് ഹരിഹരന്റെ അശ്ലീല പരാമർശം. ആ പരാമർശത്തെ കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം എതിർക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന വാർത്ത ഇന്നലെ രാത്രിയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതും ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന ഒന്നല്ല. പക്ഷേ ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് എറണാകുളം ആലുവയിൽ മാധ്യമപ്രവർത്തകയുടെ വീടിന് നേരെ ഗുണ്ടാ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. കലാകൗമുദിയുടെ പ്രാദേശിക ലേഖിക ജിഷ ബാബുവിൻ്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീടിൻ്റെ വാതിലുകളും ജനലുകളും ഇരുചക്ര വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ 5 പേരെ ആലുവ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, എന്താണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണം എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ എസ്എംപുരത്തിന് സമീപമുള്ള ഇവരുടെ വീട് ഒരു 5 അംഗ സംഘം വരുന്ന ഒരു അക്രമി സംഘം ഇവിടെ എത്തി തകർക്കുകയായിരുന്നു. വീടിന് ചുറ്റുപാടുമുള്ള ചില്ലുകളും അതോടൊപ്പം വാതിലുകളും എല്ലാം തന്നെ നിശേഷം തകർത്ത നിലയിലാണ് നമ്മൾ ആ വീട്ടിലാണ് നിൽക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് തൊട്ട് സമീപത്ത് ഒരു കുടുംബം ഒരു വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു തർക്കം ഉടലെടുത്തിരുന്നു. ഇതേ ചൊല്ലി ഒരു വിഷയങ്ങൾ ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തക ജിഷയുടെ മറ്റ് വീടുകളുമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബ വീടും പരിസരവും എല്ലാം ഈ ഭാഗത്ത് തന്നെയാണ്. അവരുമായി ഒരു തർക്കം നിലനിന്നിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പോലീസിലടക്കം പരാതി നൽകുകയും, കാരണം ആ തർക്കത്തിൽ ഈ ഒരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നവരും അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളും ഇവരുമായിട്ട് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എല്ലാം തന്നെ നീങ്ങുന്നൊരവസ്ഥയായിരുന്നു. ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പക്ഷേ അതിലേക്ക് ഒരു പോലീസ് കാര്യമായ നടപടികൾ അതിലുണ്ടായിരുന്നില്ല. മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നതടക്കം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് വൈകിട്ട്, അതായത് ഇന്നലെ വൈകിട്ട് തന്നെയാണ് പിന്നീട് ഒരു അക്രമി സംഘം ഇവിടേക്ക് എത്തുകയും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുചക്ര വാഹനങ്ങൾ ജിഷയുടെയും അതോടൊപ്പം തന്നെ മക്കളുടേതുമായി ഇരുചക്ര വാഹനങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം തള്ളി തകർക്കുന്നൊരവസ്ഥ. ഒപ്പം തന്നെ വീടിന്റെ ഈ ഭാഗം, ഈ വീടിന്റെ ചുറ്റുമുള്ള ജനലുകൾ, ഇതെല്ലാം കല്ലും അതോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിശേഷം തകർക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിൽ അക്രമി സംഘം ഇത് അഴിഞ്ഞാടുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം വന്നിരുന്നു. ജിഷയുടെ മൂത്ത മകൻ ഇവിടെ ഉണ്ടായിരുന്നു. മകൻ മുകളിലത്തെ നിലയിൽ വാതിലടച്ച് ഇരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു അവസ്ഥ. ഈ വീട് ചുറ്റുപാടുമുള്ള ജനലുകളും കാര്യങ്ങളും വാതിലുകളും എല്ലാം തന്നെ ഇതുപോലെ തന്നെ തല്ലി തകർക്കത്ത ഒരവസ്ഥയിലാണ്. ചെടിച്ചട്ടികളും ഒപ്പം തന്നെ കല്ലും മുകളിലത്തെ
മുറിയുടെ ചില്ല് വരെ എറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് രോഷപ്രകടനം നടത്തിയാണ് ഇവർ തിരിച്ചു പോയിരിക്കുന്നത്. ഈ വീടിന്റെ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ഒപ്പം ഇതിൽ വലിയ രീതിയിലുള്ളൊരു നടപടികളിലേക്ക് പോലീസ് തുടക്കത്തിൽ കടന്നിരുന്നില്ല എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. നേരത്തെയും ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നെല്ലാം തന്നെ പറയുന്ന വാർത്തകളുണ്ടായിരുന്നു. നമുക്കൊപ്പം വീട്ടുടമസ്ഥയായ ജിഷ കൂടി ചേരുന്നുണ്ട്. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവിക്കുന്നത്? ഇന്നലെ ഒരു 3:30 മണിക്കായിരുന്നു സംഭവം നടക്കുന്നത്. വൈകുന്നേരം 3:30 മണിക്കാണ് സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുമ്പാവൂരായിരുന്നു. എൻ്റെ മൂത്ത മോൻ മാത്രമാണ് വീടിന്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് 3 മണിക്കാണ് പെരുമ്പാവൂരിലേക്ക് പോണത്. പോണ വഴിയിലാണ് ഞങ്ങൾ ഈ സംഭവം പറയുന്നത്, ഇങ്ങനെ ഇവിടെ പ്രശ്നം നടക്കണ്ടെന്ന് വിവരം അറിയണേ. അപ്പം മോൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ താഴെയൊക്കെ തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരുന്നു, പോലീസിൽ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസുകാർ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് അപ്പം തന്നെ പോലീസുകാർ ഇവിടെ നിന്നില്ല, എല്ലാവരും അവിടെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇവർ വന്ന് പോലീസിൽ നിങ്ങൾ പരാതി കൊടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇവിടെ വന്ന് അതിക്രമിച്ചതെന്നാണ് അയൽവക്കക്കാർ പറയണത്. 2 വട്ടമാണ് അക്രമം നടന്നേക്കണേ. അപ്പൊ നമ്മുടെ വീട് നമ്മുടെ ചുറ്റും കംപ്ലീറ്റും തല്ലി തകർക്കാണ് ഇവർ ചെയ്തേക്കണേ. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം തർക്കം എന്ന് പറഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടത്തെ ചേട്ടന്റെ വീട് 2-3 വീടുകൾക്ക് അപ്പുറമാണ്. ആ വീടിനോട് ചേർന്നാണ് ഈ പറഞ്ഞ ആ ടീമുകൾ താമസിക്കുന്ന, വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ചേട്ടനെ അതിക്രമിക്കണ കണ്ടിട്ടാണ് ഞങ്ങൾ കരച്ചിൽ കേട്ടിട്ടാണ് രാത്രി 10:30 മണിക്ക് ഞാനും എന്റെ മക്കളും കൂടി ഓടി അവിടെ ചെല്ലുമ്പോൾ ചേട്ടനെ ഭയങ്കരമായിട്ട് വാക്കത്തി അവരുടെ കയ്യിലുണ്ട്, അടിക്കണ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മോൻ പിടിച്ചു മാറ്റാണ് ചെയ്തത്. പിടിച്ചു മാറ്റി ഞങ്ങളത് കഴിഞ്ഞ് പോന്നു. ചേട്ടനും കുടുംബവും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പോലീസുകാര് അതിനകത്ത് യാതൊരു നടപടികളും എടുത്തില്ല എന്നുള്ളതാണ്. ഇല്ല. എന്തായിരുന്നു ആ തർക്കത്തിന് കാരണം? ആ തർക്കത്തിന് കാരണം ഈ ചേട്ടന്റെ അടുത്ത് ചെന്നിട്ട് ഇവര് ബീഡി ചോദിച്ചു. രാത്രി 10:30 മണിക്ക് ബീഡി ചോദിച്ചപ്പോ പള്ളി പറഞ്ഞു ബീഡി ഇല്ലാന്ന് പറഞ്ഞു. ഈ രാഹുൽ എന്ന് പറഞ്ഞ അവരാണ് ചെന്നത്. ബീഡി ഇല്ലെന്ന് പറഞ്ഞു. രണ്ടാമത് ചോദിച്ചപ്പോ ബീഡി ഇല്ലെന്ന് പറയല്ല. അപ്പോഴാണ് ചേട്ടനെ ഉപദ്രവിക്കണം രാത്രി 10:30. അപ്പൊ ചേട്ടന്റെ ഭാര്യയും മോളും എല്ലാം കരച്ചിൽ കേട്ടിട്ടാണ് അയൽവക്കക്കാരെല്ലാവരും ഞങ്ങൾ ഉൾപ്പെടെ അവിടെ ഓടി ചെല്ലണത്. സാഹചര്യങ്ങളും പശ്ചാത്തലമൊക്കെ ഉള്ളവരാണോ? അങ്ങനെയാണ് കേൾക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അവർക്ക് എതിരെ പരാതികളും അതേപോലെ തന്നെ കേസുള്ളവരാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമ്മുടെ മക്കള് ഒന്നിനും നമ്മൾ നിന്നിട്ടില്ല. പോലീസ് ഇവിടെ സ്ഥലത്തെത്തി അന്വേഷിക്കാൻ വന്നോ ഈ തകർച്ചയ്ക്ക്? അവരാദ്യം ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് വന്നു കഴിഞ്ഞിട്ട് അവരിത് നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോയി. അതിനുശേഷമാണ് രണ്ടാമത് വന്ന് ഇത്രയും വലിയൊരു ആക്രമണം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ 2-3-4 വണ്ടി അതുപോലെ വീടിന് ചുറ്റും അടിച്ചു തകർക്കാണ്. അതിനുശേഷം പോലീസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കി പോയി. ഉണ്ട്. അഭിലാഷ, വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു കാരണം, 2 ആഴ്ച മുമ്പുണ്ടായ കാരണം, അതിനെ ചൊല്ലിയാണ് ഈ ഒരു വലിയ രീതിയിലേക്ക് ബഹളം ഉണ്ടായിരിക്കുന്നത്. അത് ബീഡി ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നതിനെ ചൊല്ലിയായിരുന്നു ആ ഒരു വഴക്ക് ഉണ്ടാകുന്നതെന്നാണ് ജിഷ പറയുന്നത്. അതിനുശേഷം അന്ന് അവിടെ വലിയ രീതിയിൽ ബഹളങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബ വീടിന്റെ അതിക്രമം ഉണ്ടായി. അന്നും പരാതി നൽകിയിട്ട് നടപടികളില്ല. അതേ തുടർന്ന് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് വീട് തല്ലി തകർത്ത വലിയൊരു അക്രമത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അഭിലാഷ്, റൈറ്റ്. വരും വാർത്തകളിൽ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പരാതി നൽകിയിട്ട് പോലീസ് വീണ്ടും നടപടിയെടുത്തില്ല, അക്രമി സംഘത്തിന് രണ്ടാമതും അവിടെ വന്ന് 1 മണിക്കൂറിനിടെ രണ്ടാമത് പോലീസിനെ അറിയിച്ച ശേഷം പോലീസ് വന്ന് പോയതിനു ശേഷവും ആ വീടിന് ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനോ ഒന്നും പോലീസ് തയ്യാറായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം നേരത്തെ സൂചിപ്പിച്ച RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ആണ് കേസ് എടുത്തിട്ടുള്ളത്. പുലർച്ചെ ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാരകമായ സ്ഫോടക വസ്തുക്കൾ അല്ല ഉപയോഗിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം. അതേസമയം രാത്രി തന്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ CPIM ആണ് എന്നാണ് ഹരിഹരന്റെ ആരോപണം. അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, ഈ സ്ഫോടക വസ്തുക്കൾ മാരകമല്ല എന്ന് പറയുന്നു. ഒപ്പം കണ്ടാലറിയാവുന്ന 3 പേർ,
അവരെ സംബന്ധിച്ച് എന്താണ് ഈ ഹരിഹരൻ്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണം പുറത്തു വരുന്നത്? വലിയ സ്ഫോടന ശേഷിയുള്ള വസ്തുക്കളല്ല ഉപയോഗിച്ചതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഈ പടക്കെറിഞ്ഞ അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം പിന്നീട് അവിടെ തന്നെ എത്തി ഈ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഈ വന്നവർ പെറുക്കിക്കൊണ്ടു പോയതായും ഹരിഹരൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഉച്ച മുതൽ തന്നെ ബൈക്കിലെത്തിയ ആളുകൾ തന്റെ വീടിന്റെ സമീപത്തൂടെ പലവട്ടം പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒപ്പം അസഭ്യവർഷം നടത്തുകയും ഉണ്ടായി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം വടകര രജിസ്ട്രേഷനിലുള്ള ഒരു ചുവന്ന കാറും ഈ വീടിന്റെ സമീപ പ്രദേശങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ കണ്ടതായും അദ്ദേഹം പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാൽ അറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളും. ഈ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് അതുവഴി ദുരൂഹമായ സാഹചര്യത്തിൽ കടന്നുപോയ അല്ലെങ്കിൽ നേരത്തെ ഹരിഹരൻ കണ്ടു എന്ന് പറയപ്പെടുന്ന ആളുകളെ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വീടിനകത്തേക്ക് ഈ സ്ഫോടക വസ്തു വീഴഞ്ഞതുകൊണ്ട് തന്നെ കാര്യമായ പരിക്കോ അപകടങ്ങളോ വീടിനടക്കം ഉണ്ടായിട്ടില്ല. പുറമതിൽ തട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ബോബ് സ്ക്വാഡ് അടക്കമുള്ളവർ രാവിലെ തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള രീതിയിൽ തന്നെ ഈ കേസ് അന്വേഷിക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അഭിലാഷ്, എന്തായാലും കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യണം. ഏതെങ്കിലും തരത്തിൽ നാക്കുപിഴ സംഭവിച്ചതോ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് സംബന്ധിച്ചോ വിയോജിപ്പുണ്ട് എങ്കിൽ അവരെ ഈ നിലയിൽ അല്ല ആക്രമിക്കേണ്ടത്, അത് ആരുടെ ഭാഗത്തു നിന്നാണ് എങ്കിലും കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി ഉണ്ടാവുകയുമാണ് ചെയ്യേണ്ടത്. മറ്റു കൂടുതൽ വാർത്തകളിലേക്ക് വീണ്ടും പോകുമ്പോൾ നിലവിൽ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതിൽ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരുന്നുണ്ട്. രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ട, ആ സീറ്റ് ആവശ്യപ്പെടുക എന്നത് തന്നെയാണ് കോൺഗ്രസ് എമ്മിൻ്റെ നീക്കം. LDFിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്യും. ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എപ്പോഴാണ് ഈ യോഗം, എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് യോഗം ഉണ്ടാകുക. നമുക്കറിയാം, രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയിൽ രൂപപ്പെടാൻ പോകുന്ന ഒരു സമവാക്യങ്ങളുടെ അതെങ്ങനെ പോകുമെന്ന് സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിതത്വം നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 3 സീറ്റുകളാണ് ആകെ ഒഴിവ് വരുന്നത്. അതിൽ 2 ഇടതുമുന്നണിക്ക് ജയിപ്പിക്കാൻ കഴിയുന്നത്. 1 സീറ്റ് CPM-ൻ്റെതാണ്, എളമരം കരീം, 2 ബിനോയ് വിശ്വം CPI, 3 ജോസ് കെ മാണി. അപ്പോൾ ഇതിൽ 2 പേർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. 1 സീറ്റ് CPM എടുത്താൽ 2 സീറ്റുകൾ ആർക്കൊക്കെ കൊടുക്കും, ബാക്കിയുള്ള 1 സീറ്റ് CPIക്ക് കൊടുക്കുമോ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുമോ എന്നുള്ള തർക്കം ഫലത്തിൽ ഉയർന്നു വരികയാണ്. അവിടെയാണ് ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് പ്രാധാന്യമുണ്ടാകുന്നത്. എന്തായാലും ഔദ്യോഗികമായി ഈ സീറ്റ് ചോദിച്ചു വാങ്ങാൻ തന്നെ ഉള്ള തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് UDFിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു രാജ്യസഭാ സീറ്റ് ഉള്ളതാണ്. അത് LDFിലേക്ക് വരുമ്പോഴും ആ സീറ്റ് ഉള്ളതാണ്. പിന്നീട് LDF തന്നെ ആ സീറ്റ് നൽകുകയും ഒക്കെ ചെയ്തതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സീറ്റ് തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണ്. എന്തായാലും ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ മാത്രമായിരിക്കും, അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ CPM ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് കൈക്കൊള്ളുക. എന്തായാലും ഔദ്യോഗികമായി LDFിൽ ഇക്കാര്യം ആവശ്യപ്പെടാൻ തീരുമാനിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്ന് യോഗമുള്ളത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ കൂടി ഇന്നത്തെ യോഗം നടത്തും. കോട്ടയത്ത് ഇടതുമുന്നണി ജയിക്കില്ല എന്നുള്ളതാണ് CPM-ന്റെ കണക്കുള്ളത്. അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള കോൺഗ്രസിന്റെ യോഗം ഇന്ന് 3 മണിക്ക് നടക്കുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി പരിഗണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ഇതിൽ CPIM തീരുമാനം എടുക്കുക എങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ പരസ്പരം പോരടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ. കാസർഗോഡ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താന് എതിരെ പരസ്യ വിമർശനവുമായി KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്തു വന്നതോടെ പാർട്ടിയിൽ പ്രതിസന്ധി കടുക്കുകയാണ്. പെരിയ കേസ് പ്രതി മണികണ്ഠനുമായി രാത്രിയുടെ മറവിൽ ഉണ്ണിത്താൻ സംഭാഷണം നടത്തിയെന്നാണ് ബാലകൃഷ്ണൻ പെരിയയുടെ ആരോപണം. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതിയും
പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതിനാണ് പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയക്കെതിരെ നടപടിയെടുത്തത്. KPCC നിർദ്ദേശപ്രകാരം ഇയാളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിന് തൊട്ടു പിന്നാലെ പ്രമോദ് പെരിയ ഇതിൽ കൂടുതൽ താൻ മാത്രമല്ല കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയായിരുന്നു. അതായത് എത്ര ഉന്നതരായാലും ഇത്തരം രക്തസാക്ഷി കുടുംബങ്ങളെ മറന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഇതിന് തൊട്ടു പിന്നാലെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ബാലകൃഷ്ണൻ പെരിയ, അതായത് KPCC സെക്രട്ടറി കൂടിയായ ബാലകൃഷ്ണൻ പെരിയ ഇത്തരത്തിൽ ഒരു രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. അതായത് ഈ പെരിയ കേസിലെ പ്രതിയായ മണികണ്ഠനുമായി രാത്രി സംഭാഷണം നടത്തിയത് എന്തിന് എന്ന ഒരു ചോദ്യവും, ഒപ്പം താൻ ഉദുമ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തന്നെ തോൽപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ മുൻകൈയെടുത്തു തുടങ്ങിയ നിരവധി ആരോപണങ്ങളായിരുന്നു ഈ തരത്തിൽ ബാലകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുകയുണ്ടായത്. ഏതായാലും രാത്രിയോടുകൂടി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ബാലകൃഷ്ണൻ പെരിയ നീക്കം ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് KC വേണുഗോപാലും ഒപ്പം KPCC പ്രസിഡന്റും ഉൾപ്പെടെ ഈ ബാലകൃഷ്ണൻ പെരിയയുമായി ആശയവിനിമയം നടത്തിയെന്നാണ്. ഏതായാലും ഈ കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് ഈ ബാലകൃഷ്ണൻ പെരിയ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനും ഈ കാര്യത്തിൽ ഏതായാലും പരസ്യ പ്രതികരണമായി രംഗത്ത് വന്നിട്ടില്ല, പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാലും തെരഞ്ഞെടുപ്പിന് താൻ രാജ്മോഹൻ ഉണ്ണിത്താന് വേണ്ടി തൊണ്ടകീറി പ്രസംഗിച്ച് ജില്ലയിലുടനീളം പ്രവർത്തിച്ചു. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാനാണ് ഉണ്ണിത്താൻ ശ്രമിക്കുന്നതെന്ന തരത്തിലുള്ള വലിയ ആക്ഷേപവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബാലകൃഷ്ണൻ പെരിയ എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കോൺഗ്രസിനകത്ത് കാസർഗോഡ് ജില്ലയിൽ മറനീക്കി വരുന്ന ഈ വിഭാഗീയതയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമാകുന്നത്. എന്നാൽ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണിപ്പോൾ KPCCയും അതുപോലെ തന്നെ ദേശീയ നേതൃത്വവും ശ്രമവും നടത്തുന്നത്. KV ബൈജുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. റവന്യൂ വകുപ്പിന് എതിരെ CPI അനുകൂല സർവീസ് സംഘടന സമരത്തിന് ഒരുങ്ങുകയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ചാനച്ചർച്ചയിൽ വിമർശിച്ച സർവീസ് സംഘടനാ നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ ആണ് ഇത് സംബന്ധിച്ച വലിയ പ്രതിഷേധം നടക്കാൻ പോകുന്നത്. ഇന്ന് കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തും എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ വാർത്ത, അതായത് കുഴിനക ചികിത്സയ്ക്ക് ഡോക്ടറെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ വസതിയിലേക്കൊക്കെ ക്ഷണിക്കുന്നു, സ്വന്തം ഇടത്തേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത നമ്മൾ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചാനൽ അടക്കം പങ്കെടുത്ത് സംസാരിച്ച ആൾക്കെതിരെയാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു കളക്ടർക്ക് എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ്. ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിനാണ് ജോയിന്റ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്? അഭിലാഷ്, തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോം ജോർജ് കുഴിനക ചികിത്സയ്ക്ക് ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ വാർത്ത നമ്മളാണ് ആദ്യം പുറത്തുവിടുന്നത്. സംഭവത്തിൽ വിമർശനം ഉയർന്നപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ജയചന്ദ്രൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. കളക്ടർ ഒരു തഹസിൽദാർക്ക് അവധി നിശ്ചയിച്ചതിനെ കുറിച്ച് ജയചന്ദ്രൻ ചർച്ചയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ജയചന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിനെതിരെ കളക്ടർ ജെറോം ജോർജ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് നടപടി പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറുമായ കളക്ടറുടെ നടപടിയെ വിമർശിച്ചത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മുൻകൂർ അനുമതിയില്ലാതെ ചർച്ചയിൽ പങ്കെടുത്ത സർക്കാർ നടപടിയെ വിമർശിച്ചെന്നും ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്ത അച്ചടക്ക ലംഘനമാണെന്നും ഇത് റവന്യൂ വകുപ്പിനാകെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും നോട്ടീസിൽ പറയുന്നുണ്ടായിരുന്നു. കടുത്ത അച്ചടക്ക നടപടി എടുക്കാതിരിക്കാൻ അടുത്ത 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് ദേവസ്വം ബോർഡിലെ ഭൂമിയേറ്റെടുക്കൽ തഹസിൽദാർ കൂടിയായിട്ടുള്ള ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്താൻ ജോയിന്റ് കൗൺസിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സംഭവത്തിൽ ഈ സർവീസ് സംഘടനാ നേതാവിനെതിരെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് വകുപ്പ് മന്ത്രിയും സർക്കാരും എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ധർണ ആരംഭിക്കും. വാർത്തയുടെ വിശദാംശങ്ങളാണ് MG മിഥുൻ നൽകിയത്. എന്തായാലും കളക്ടർക്ക് കുഴിനകത്തിന് ചികിത്സയ്ക്ക് പോലും വസതിയിലേക്കൊക്കെ എത്തി ഡോക്ടർമാർ ചികിത്സ നൽകുമെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ അങ്ങനെയല്ല. മലപ്പുറത്ത് ഒരുപക്ഷെ ഇങ്ങനെയൊന്നുമുള്ള സേവനം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാകാം കൂടുതൽ ആളുകൾക്ക് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിനെതിരെ നടപടികൾ ശക്തമാക്കുകയാണ്. രോഗം ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്ത നിലമ്പൂർ, പോത്തുകല്ല്, ഏറനാട്, ചാലിയാർ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്,
നിലവിൽ നിരവധി ആളുകൾ ഈ വർഷം തന്നെ മരിച്ചൊരു പശ്ചാത്തലം ഉണ്ട്. അവർക്ക് മറ്റ് അനുബന്ധ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഈ ആശങ്ക മാറ്റേണ്ടതുണ്ട്, ഒപ്പം തടയേണ്ടതുമുണ്ട്. ഏത് തരത്തിലാണ് ആരോഗ്യ പ്രവർത്തകരുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, ഈ വർഷം ഏറ്റവും അധികം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത മേഖലകൾ നിലമ്പൂരിലാണ്, പോത്തുകൽ പഞ്ചായത്തും അതുപോലെ ചാലിയാർ പഞ്ചായത്തും. അതുകൊണ്ടാണ് അവിടെ തന്നെ ആരോഗ്യവകുപ്പിന്റെ അടിയന്തര യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം മാത്രം 3 മരണങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ ഈ വർഷം ആകെ 8 മരണങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. 1000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3000-ഓളം പേർക്ക് സംശയത്തിന്റെ നിഴലുമാണ് ഈ രോഗത്തിന്റെ. അത്തരത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, മഴക്കാലം കൂടി വരുന്നതോടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനു മുൻപ് ഊർജിതമാക്കിയില്ലെങ്കിൽ ഈ ഒരു അസുഖം കൂടുതൽ മേഖലകളിലേക്ക് പടർന്നു പിടിക്കുമെന്നൊരാശങ്കയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ആണ് ആരോഗ്യവകുപ്പിന്റെ യോഗം ചേരുന്നത്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മാർച്ച് മാസം മുതൽ തന്നെ ഇവിടെയെല്ലാം അസുഖം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു. പക്ഷേ 3 മരണങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതോടെ വീണ്ടും അവിടെ അസുഖം പടർന്നു പിടിക്കുകയാണോ എന്ന ആശങ്കയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം അധികൃതർ പറയുന്നത്, ഈ രോഗം മരിച്ചവർക്കെല്ലാം തന്നെ മഞ്ഞപ്പിത്തത്തിന് പുറമെ മറ്റ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ അസുഖങ്ങൾക്ക് പുറമെ മഞ്ഞപ്പിത്തം കൂടി വരുന്നതോടെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ലക്ഷണം പോലും ഉള്ളവർ സ്വയം ചികിത്സ തേടാതെ, ഒറ്റമൂലി മരുന്നുകൾക്ക് പിന്നാലെ പോകാതെ ആരോഗ്യവകുപ്പിനെ അല്ലെങ്കിൽ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണെന്ന നിർദ്ദേശമാണ് നൽകുന്നത്. അത് ഈ രോഗം പലപ്പോഴും ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കും. പിന്നീട് മറ്റ് രോഗങ്ങൾ കൂടി ഉള്ളവർക്ക് തിരിച്ചെത്താൻ കഴിയാത്ത തരത്തിലേക്ക് കരളിന്റെ പ്രവർത്തനം താറുമാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കുക, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം പാലിക്കുക എന്നീ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻപ് അസുഖം ഉണ്ടായിരുന്ന കണ്ടെത്തിയവരുടെ വീടുകളിൽ വീണ്ടും അസുഖം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടെന്നും ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നിലമ്പൂർ മേഖല തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ പോയി വരുന്ന ആളുകൾ ഈ അസുഖത്തിന് വാഹകരാകുന്നുണ്ടോ എന്ന സംശയവും ആരോഗ്യവകുപ്പിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർ അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നത്. എന്നാണെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഈ ഒരു മേഖലയിൽ കൂടുതൽ രോഗബാധ ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്. അതേസമയം ആലപ്പുഴയിൽ H1N1 ബാധിതരുടെ എണ്ണം കൂടുന്നതിനാൽ കരുതലോടെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. 2 ആഴ്ചക്കിടയിൽ 10 പേർക്കാണ് പനി കണ്ടെത്തിയത് എന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശക്തമായ പനി, ജലദോഷം, ശരീരവേദന, തൊണ്ടവേദന, ഛർദി എന്നിവയാണ് ഇത് സംബന്ധിച്ച രോഗലക്ഷണങ്ങൾ. ഇതിനിടെയാണ് പത്തനംതിട്ടയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച അപ്പർ കുട്ടനാട് മേഖലയിലെ തിരുവല്ല നിരണം പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ താറാവുകളെയും കോഴികളെയും തുറന്നു വിടരുത് എന്ന് കർഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് കളക്ടറേറ്റിൽ പ്രത്യേക അവലോകന യോഗം ചേരും. മാറുന്ന കാലാവസ്ഥയാണ് ഇതിനെല്ലാം കാരണമെന്ന് പൊതുവെ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ ആണ് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഈ മാസം 16 വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എയർ ഇന്ത്യ വിമാന സർവീസ് ഇന്നും മുടങ്ങി. കണ്ണൂരിൽ നിന്ന് 2ഉം നെടുമ്പാശ്ശേരിയിൽ നിന്ന് 1 സർവീസുമാണ് ഇന്ന് റദ്ദാക്കിയത്. അബുദാബി, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസും റദ്ദാക്കി. വൈകുന്നേരത്തോടെ സർവീസ് സാധാരണ നിലയിൽ ആകും എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, പ്രണയപ്പകയ്ക്ക് എന്ത് ശിക്ഷ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്? എപ്പോഴേക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം?
തീർച്ചയായും അഭിലാഷയെ 11 മണിയോടുകൂടി ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ ശിക്ഷാവിധി പറയുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ കേസിൽ വിധി പറയാൻ എടുത്തിരുന്നത്. എന്നാൽ വെള്ളിയാഴ്ച കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇതിന് മേലുള്ള വാദം നടക്കുകയും ഇന്ന് വിധി പ്രസ്താവിക്കുമെന്ന് ജഡ്ജി അറിയിക്കുകയായിരുന്നു. എന്തായാലും ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കും. 2022 ഒക്ടോബർ 22-നാണ് പാനൂർ സ്വദേശിനിയായ 23-കാരിയായ വിഷ്ണുപ്രിയയെ അതിക്രൂരമായി ഈ പ്രതി ശ്യാംജിത്ത് കൊലപ്പെടുത്തുന്നത്. തന്റെ ആൺ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും കഴുത്തറുത്ത് ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 27 മുറിവുകളാണ് അന്ന് ഈ മരിച്ചതിന് ശേഷവും വിഷ്ണുപ്രിയയെ കുത്തിപ്പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 27 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അത്രയും ഹീനമായ ഒരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിലാണ് ഇന്ന് വിധി പറയുക. ഏതായാലും പ്രോസിക്യൂഷൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തം വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തമെങ്കിലും നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ഏതായാലും കുറ്റക്കാരനാണെന്ന് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം നേരിട്ട് ഒരു ദൃക്സാക്ഷികളും ഈ കേസിൽ ഇല്ല എന്നതാണ്. ഈ വിഷ്ണുപ്രിയ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 13 സെക്കൻഡ് ഒരു ദൃശ്യം ഇതിൽ പതിഞ്ഞിരുന്നു. ആ ദൃശ്യമാണ് ഇതിൽ കേസിൽ ഏറ്റവും നിർണായകമായത്. എന്തായാലും ഈ പ്രതി ആയുധം വാങ്ങിയ, അതായത് ചുറ്റികയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വാളും കത്തിയൊക്കെ വാങ്ങിയ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതൊക്കെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജഡ്ജിന് നേരിട്ട് ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തിരുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇനി എന്ത് ശിക്ഷ ഈ പ്രതിക്ക് നൽകുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ ദൃക്സാക്ഷികളില്ല എന്ന് പറയുമ്പോൾ പോലും ഈ തെളിവുകളെല്ലാം വീഡിയോ കോൾ നടത്തിക്കൊണ്ടിരുന്നു എന്ന തെളിവ്, ഒപ്പം ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മാരകായുധങ്ങൾ അടക്കം വാങ്ങിയതും എല്ലാം കൃത്യമായി തെളിവായി മുന്നിലുള്ളത് കൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എന്നതാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇത് ഒരു അപൂർവ കേസായി കോടതി പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം ശിക്ഷ ഏറ്റവും കുറഞ്ഞത് ലഭിക്കും എന്നാണ് പ്രോസിക്യൂഷൻ ഏതായാലും ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച ഇത് വിധി പറയാൻ വെച്ചിരുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ മാതാവും സഹോദരിയും ഇവിടെ എത്തിയിരുന്നു. ഏതായാലും ഇന്നും ഇവരുടെ കുടുംബം എത്തും. വലിയ പ്രതീക്ഷയിലാണ്. ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഉണ്ടായിട്ടില്ല എന്നതാണ്. 24-കാരനായ പ്രതി പറഞ്ഞത് തനിക്ക് ഏറ്റവും കൂടുതൽ കൂടിയാൽ 13 വർഷം ശിക്ഷ ലഭിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങാൻ സാധിക്കും എന്നതാണ്. അത്തരത്തിൽ ഒരു മാനസിക നിലയാണ് ഈ പ്രതിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഈ ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം 72 സാക്ഷികൾ, അതായത് ഈ ഇരുചക്ര ബൈക്കിലാണ് ഈ പ്രതി ഇവിടെ എത്തിയത്. ഇത് കണ്ട സാക്ഷി ഉൾപ്പെടെ 72 സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കാനായി ഏതായാലും വിപിൻ രാജ് എന്ന ആൺ സുഹൃത്താണ് പ്രധാന സാക്ഷി. ഈ വിപിൻ രാജ് തീർച്ചയായും വാർത്താരംഭം അവസാനിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് ഒരുപക്ഷെ കേരളം കാത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പേരിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സാഹചര്യം, അത് മലയാളിയുടെ മനസാക്ഷിയെ ഏറെ ഞെട്ടിച്ച ഒന്നായിരുന്നു. ആ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതിക്ക് എന്ത് ശിക്ഷ, അത് മാതൃകാപരമാകണം എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അത് എന്ത് എന്നുകൂടി കേരളം കാത്തിരിക്കുകയാണ്. KSFE ഹെഡ് ഓഫീസ് GAD വിഭാഗം AGM ഗണേശൻ P അന്തരിച്ചു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇടുക്കി പശുമലയിലെ വീട്ടിൽ നടക്കും. രുക്മിണിയാണ് ഭാര്യ. ഗായത്രി, ഗൗരി, ശിവ എന്നിവരാണ് മക്കൾ. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. എറണാകുളം പുതുവൈ